ഷാഫി പറമ്പിലിനെതിരെ CPM സഖാക്കൾ ഉയർത്തിയ വാദങ്ങൾ ഓരോന്നായി പൊളിയുമ്പോഴും പുതിയ തത്വങ്ങളുമായി രംഗത്ത് വരികയാണ് സഖാക്കൾ. ആദ്യം ഷാഫിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്ന കഥയിറക്കി. അത് പൊളിഞ്ഞപ്പോൾ ഷാഫിയുടെ ആശുപത്രി ചിത്രങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത്. താടിയും മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ MP സർജറി ചെയ്തത് എന്ന ചോദ്യമാണ് ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയത്. ഷാഫിയുടെ സർജറി വ്യാജമാണെന്ന തരത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് നിരവധി പോസ്റ്റുകളും ട്രോളുകളും സൈബർ ഇടത്തിൽ നിറഞ്ഞു. എന്നാൽ ബേബി മെമ്മോറിയൽ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം ഇറക്കി. എന്നിട്ടും സൈബർ പ്രചരണത്തിന് കുറവുണ്ടായില്ല. ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ ജോ ജോസഫിനുള്ള ഒരു ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് KSU മുൻ സംസ്ഥാനാധ്യക്ഷൻ KM അഭിജിത്ത്. ഡോക്ടർ ജോ ജോസഫ്, അങ്ങേക്ക് സുഖമാണെന്ന് കരുതുന്നു. ഇടയ്ക്കെങ്കിലും പിണറായി ഭരണത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്ന താങ്കൾ ശ്രീ ഷാഫി പറമ്പിൽ MPയെ ക്ലോസ്ഡ് റിഡക്ഷൻ സർജറി, എൻഡോസ്കോപ്പി സർജറി എന്നിവയ്ക്കാണ് വിധേയമാക്കിയതെന്നും അതിന് രോഗിയുടെ മീശയും താടിയും വടിക്കേണ്ടതില്ലെന്നും അന്തം കമ്മികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. MP ആയിട്ട് കുറച്ചിരിക്കുന്നത് അന്തം കമ്മികളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലും നല്ലത് 1 കിലോ ജീരകത്തിന്റെ തൊലി പൊളിക്കുന്നതാണ്, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം പേരാമ്പ്രയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPക്ക് തലയ്ക്ക് ലാത്തിക്ക് അടിയേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇതോടെ MPക്ക് പരിക്കേറ്റത് പോലീസ് അതിക്രമത്തിലല്ലെന്ന CPM പോലീസ് വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയായിരുന്നു. പേരാമ്പ്ര ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഷാഫി പറമ്പിലും പ്രതിഷേധിക്കുമ്പോൾ പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് ബാറ്റൺ ഉപയോഗിച്ച് നേരിട്ട് തലയ്ക്ക് അടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ഒരു അടിയിലാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തത്. നേരത്തെ CPM നേതാക്കളും റൂറൽ SPയും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് ഷോ ആണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വാദിച്ചിരുന്നു. എന്നാൽ ലാത്തി ചാർജിലാണ് പരിക്കേറ്റതെന്ന കോൺഗ്രസ് വാദത്തിന് ഈ ദൃശ്യങ്ങൾ തെളിവായി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് UDF പ്രകടനം പേരാമ്പ്ര ടൗണിലേക്ക് എത്തിയത്. ഇതിനു മുമ്പ് LDF പ്രകടനം ഇവിടെ നടന്നിരുന്നു. ടൗണിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടിയ UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി പോലീസിന് ഏറ്റുമുട്ടലുണ്ടായത്. പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് MPക്ക് നേരെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഷാഫിക്ക് ആക്രമണം ഏറ്റിട്ടില്ല എന്ന രീതിയിലുള്ള പറച്ചിലുകൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സർജറി ചെയ്യാൻ മീശയും താടിയും വടിക്കേണ്ടതില്ല എന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. CPM സൈബർ ഇടത്തിലും ഷാഫിക്ക് നേരെ ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനും തള്ളി രംഗത്തെത്തുകയായിരുന്നു.